ഈ കാണുന്നത് ഇതാണ് എൻ്റെ ടേബിളിൻ്റെ അവസ്ഥ. സംഭവം എന്തെന്ന് വെച്ചാൽ ബ്ലൈൻഡ് ബാഗ് ഉണ്ടാക്കുമായിരുന്നു. ബ്ലൈൻഡ് ബാഗിന് ഫ്രണ്ടിലും സ്ക്വിഷിയിലും ഒക്കെ ഒട്ടിക്കാൻ വേണ്ടി ചെയ്തതാണ്. അതിൽ വന്ന് എൻ്റെ അനിയൻ ഗുഡ് ബോയ് എന്ന് എഴുതി വെച്ചു. അവനാണെങ്കിൽ നോട്ട് എഴുതിയിട്ട് നല്ല വൃത്തിയായിട്ട് ചെയ്തപ്പോൾ അവൻ ഗുഡ് ബോയ് എന്ന് അവൻ ഇവിടെ എഴുതി വെച്ചു. നോക്ക് പഞ്ഞി കിടക്കുന്ന കിടപ്പുണ്ടോ. സ്കെച്ച് ഈ സാധനം എല്ലാം ഒരു പരിവായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ക്ലീനപ്പ് റിസൾട്ട് കാണിക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഉണ്ടാക്കിയ ബ്ലൈൻഡ് ബാഗ് കാണണ്ടേ, ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതാണ് ഞാൻ ഉണ്ടാക്കിയ ബ്ലൈൻഡ് ബാഗ്. കണ്ടാ കൊള്ളാം അല്ലേ, ഇഷ്ടപ്പെട്ട? പിന്നെ ജസ്റ്റ് ഞാൻ വീഡിയോ എടുക്കാൻ പഠിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു ഗെറ്റ് ലൈക്ക് എവറിത്തിങ് ക്ലീൻ ചെയ്യാം എന്നുള്ളൊരു വിചാരമായിരുന്നു. ലെറ്റ്സ് ക്ലീൻ എവറിത്തിങ്. ഓക്കെ, ഇറ്റ്സ് നോട്ട് എ ഗെറ്റ് റെഡി വിത്ത് മീ, ഇറ്റ്സ് ക്ലീൻ ലൈക്ക് ഗെറ്റ് റെഡി വിത്ത് ദ ഡൈനിങ് ടേബിൾ. ക്ലീൻ. പഞ്ഞി ഓക്കെ ഗൈസ്, പഞ്ഞി നല്ല സോഫ്റ്റ് ഉണ്ടെന്നും പറഞ്ഞാൽ അതിൻ്റെ തൊട്ട് പിടിച്ചോണ്ടിരിക്കുകയാണ് എൻ്റെ അനിയൻ. സ്കെച്ച് പെൻസ് കഴിഞ്ഞു, ഇനി 2 ടേപ്പ്. അപ്പം നമ്മൾ ടേപ്പ് ക്ലീൻ ചെയ്തു. ഇനി സിസേഴ്സ് ഇവിടെ വയ്ക്കാം. നമുക്ക് കിച്ചണിലേക്ക് പോകുമ്പോൾ കൊണ്ടുവയ്ക്കാം. ബുക്സ് എൻ്റെ അനിയൻ കൂടെ സഹായിക്കുന്നുണ്ട്. ബുക്സ്, ഈ ഒരു ഡ്രോയിങ് കേശു ഒരു സഹായിക്കോ? ഇതിനെ പിടിച്ചോ, ഇതിനെ പിടിച്ചേക്കോ. ഇതിങ്ങനെ പൊക്കിക്കേ, പിടിച്ചോയേ. ചേച്ചിയുടെ കയ്യിൽ ഫോൺ ഇരിക്കുക, വീഡിയോ എടുക്കല്ലേ കേട്ടോ. ഗുഡ് ബൈ. ഇത് ഞാൻ പഠിച്ചതാണ് ഗൈസ്, 20 മാർക്ക്. ഇതൊക്കെ നമുക്ക് ഡസ്റ്റ്ബിന്നിൽ കളയാനുള്ള. സോ നമ്മൾ ഇതിവിടെ വയ്ക്കുന്നു, ഇവിടെ ഇരിക്കട്ടെ. ഇവിടെ അനിയന് ഭയങ്കര സ്നേഹമായിട്ട് അവെല്ലാം അടുക്കുന്നുണ്ട്, പക്ഷേ ഇതെല്ലാം ഇവിടെ അല്ല വയ്ക്കേണ്ട. ഗൈസ്, നമ്മളൊരു കളർ മിസ് ചെയ്തു. എവിടെ പോയിരുന്നു ഇത്ര നേരം? എന്നെ ഈ പണി ചെയ്യാൻ തന്നെ കഷ്ടപ്പെടുത്തിയത് ഈ ഒരൊറ്റ ആളാണ്. ഇവൻ കാരണം ഇവിടെ മൊത്തം ഞാൻ തുടയ്ക്കണം. ഞാൻ തുടച്ചു. നമുക്ക് നമ്മുടെ ബോട്ടിലെടുക്കാം. ഇത് കൊണ്ടുപോവാം. ബുക്ക് വെച്ചിങ്ങനെ സ്ഥലത്ത് ഇതും വയ്ക്കാം. ഓക്കെ, താങ്ക് യു. അപ്പം എന്താ നമ്മൾ ക്ലീൻ ചെയ്തിട്ടുള്ള ഒരു പരിവാണ് ഇപ്പം കാണുന്നത്. നല്ല വൃത്തിയിട്ടെടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഒരു തുടപ്പ് തുടച്ചെടുക്കാം. അപ്പോൾ പിന്നെ ഇത്രയേ ഉള്ളൂ. ബൈ.